എൻ്റെ പേര് കെ ബാബു. ഞാൻ 36 വർഷം ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ചീഫ് മാനേജറായിട്ട് വർക്ക് ചെയ്തു. റിട്ടയറിന് ശേഷം അഡ്വക്കേറ്റായിട്ട് ഡെറ്റ് റിക്കവറി ട്രൈബ്യൂണലിലും കേരള ഹൈക്കോർട്ടിലും പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ കീഴിൽ ബാങ്കിങ് ക്ലാസ്സുകൾ, പുതിയ എൻ്റർപ്രണേഴ്സിന് വേണ്ട ബാങ്കിൻ്റെ നിർദ്ദേശങ്ങൾ, വായ്പകൾ കിട്ടുന്നെങ്കിൽ എന്തെല്ലാം ഫോർമാലിറ്റീസ് ഉണ്ട്, ഏതെല്ലാം തരത്തിലുള്ള വായ്പകൾ ബാങ്കിൽ ലഭ്യമാകും, ഗ്രീവൻസ് വല്ലതുകൊണ്ട് എങ്ങനെ അത് സോൾവ് ചെയ്യാൻ പറ്റും, ഇത്തരത്തിൽ വിവിധ സ്കീമിനെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചെല്ലാം വിശദമായിട്ട് പാർട്ടിസിപ്പൻസിനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സർ, എങ്ങനെയാണ് ഒരു ഓർഫണേജിനെ സംബന്ധിച്ചിടത്തോളം, പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്രത്തോളം അറിയേണ്ടതുണ്ട്, എത്രത്തോളം അവയർനെസ് ഈ മേഖലയിൽ ആവശ്യമാണ്? ഒരു ഓൺട്രപ്രനറെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ്, ഒരു സംരംഭം എപ്പോഴും വളരെ റിസ്കി നേച്ചറാണ് ഒരു സംരംഭം എന്ന് പറയുമ്പോൾ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബാങ്കിൽ, ഏത് ബാങ്കിൽ അവർക്ക് അപ്രോച്ച് ചെയ്യണം, ബാങ്കിൽ നിന്ന് എന്തെല്ലാം ലോണുകൾ അവൈലബിൾ ആണ്, ആ ലോൺ കിട്ടാൻ എന്തെല്ലാം സാങ്കേതിക വശങ്ങളുണ്ട്, ഇതിനെക്കുറിച്ചെല്ലാം നല്ലൊരു അവബോധം അല്ലെങ്കിൽ ഒരു നോളജ് വേണം. ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ക്ലാസ്സിൽ പറയാറ്. ലോൺ കിട്ടാനുള്ള എലിജിബിലിറ്റി, അവരുടെ സിബിൽ സ്കോറ്, ഉദ്യോഗ കാർഡ്, ആധാർ കാർഡ്, MSME സെഗ്മെൻറ്റേഷൻ, എങ്ങനെയാണ് ആ പ്രൊജക്റ്റ് ചെയ്യേണ്ടത്, ഏതെല്ലാം ഏജൻസികളിൽ നിന്ന് ലോൺ ലഭ്യമാണ്, ഏതെല്ലാം തരത്തിലുള്ള വായ്പകൾ ലഭ്യമാണ്, MSME എക്സ്ക്ലൂസീവ് ലോണുകൾ, ഗവൺമെൻറ് സ്പോൺസേഡ് ലോണുകൾ, മറ്റ് തരത്തിൽ ലോണുകൾ എല്ലാം ബാങ്കിൽ ലഭ്യമാകും. അത് ഏതെല്ലാം തരത്തിൽ യൂട്ടിലൈസ് ചെയ്യാം, എത്ര എമൗണ്ട് കിട്ടും, സംരംഭങ്ങളുടെ കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും, ബാങ്കിൽ നിന്ന് കിട്ടുന്ന ലോൺ എത്രയായിരിക്കും, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് ക്ലാസ്സിൽ പ്രതിപാദിക്കാറുണ്ട്. ഈ കീടിൻ്റെ ട്രെയിനിങ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ വരുന്ന സംരംഭകരെ സംബന്ധിച്ചിടത്തോളം വളരെ യൂസ്ഫുള്ളാണ്. അവർക്ക് എന്താണ് ബാങ്കിങ് സംവിധാനത്തെക്കുറിച്ചൊരു ബാക്ക്ഗ്രൗണ്ട്, ഏത് ബാങ്കിനെ അപ്രോച്ച് ചെയ്യണം, ഏതെല്ലാം സ്കീമുകളുണ്ട്, ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അതേസമയം അവർക്ക് പല സംശയങ്ങളുണ്ടാവും. ആ സംശയങ്ങളെല്ലാം നിവാരണം ചെയ്ത് അവരെ ആ ബാങ്കിങ് കാര്യങ്ങളിൽ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒരു സ്വയം അവർക്ക് എത്തിച്ചേരാൻ പറ്റും. ഏത് ബാങ്കിൽ പോകണം, ഏത് സ്കീം സെലക്ട് ചെയ്യണം, എന്തെല്ലാമാണ് അതിൻ്റെ പലിശകൾ, എങ്ങനെ ചാർജ് ചെയ്യും, എന്താണ് കംപ്ലൈൻറ്റുകളുണ്ടെങ്കിൽ ബാങ്കിങ് ഓംബുഡ്സ്മാൻ, ഇങ്ങനെ എല്ലാ കാര്യത്തെക്കുറിച്ചും ഒരു വ്യക്തമായൊരു മാർഗനിർദ്ദേശം നമുക്ക് കൊടുക്കുന്നുണ്ട്. അത് വളരെ അധികം പ്രയോജനപ്പെടുന്നതായിട്ടാണ് എല്ലാ സംരംഭകരുടെയും റെസ്പോൺസ് കിട്ടുന്നത്.